ഈ പേനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ഇതും ഇതും. ഈ പേനയുടെ 90% വർക്കും ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഈ ഭാഗം, ഈ എഴുതുന്നത്, മഷി കുറയുമ്പോൾ നോക്കുന്നത്, കൂട്ടുന്നത്, പിന്നെ എന്താ പറയുക, തെളിയുന്നില്ലെങ്കിൽ കുത്തി വരയ്ക്കപ്പെടുന്നത്, എഴുതുന്ന ആളുടെ പിടുത്തം അനുഭവിക്കുന്നത് ഒക്കെ ഇദ്ദേഹമാണ്. പണിയെടുക്കുന്ന ഇയാളാണ്. പക്ഷെ അവസാനം മുകളിൽ കയറിയിരിക്കുക ഇയാളാണ്. മാത്രമല്ല, ഈ പേന പോക്കറ്റിൽ കുത്തുമ്പോൾ നാട്ടുകാർ കാണുന്നതും ഈ ഭാഗമായിരിക്കും. ഇത് ഹാർഡ് വർക്കും ഇത് സ്മാർട്ട് വർക്കും. പല കമ്പനിയിലും ജോലിക്കാരുണ്ടല്ലോ, ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാണാതായി പോകും. സ്മാർട്ടായിട്ടുള്ള കുറേ പേര് അവരുടെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ എന്ത് വേണം? ഹാർഡ് വർക്ക് വേണം, നിർബന്ധമായിട്ട് വേണം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ, വിസിബിലിറ്റി കൂട്ടണം. നമ്മൾ കമ്പനിയിൽ രക്ഷപ്പെടണമെങ്കിൽ വിസിബിലിറ്റി എന്ന് പറയും, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ആളുകൾ അറിയണം, അത് കൂട്ടണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു, ഒരു ടീച്ചറുടെ പ്രൊനൗൺസിയേഷൻ, ക്വസ്റ്റ്യൻ എന്നൊരു പ്രൊനൗൺസിയേഷൻ്റെ വീഡിയോ കേട്ടു. കുറേ പേർക്ക് അത് മനസ്സിലായിട്ടില്ല, അതെന്താ ഉദ്ദേശിച്ചത്. കുറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആ സാലറി കൂട്ടാൻ ശ്രമിക്കണം. ഇൻകം ഈസ് കിങ്. ഇൻകം കൂട്ടണം. ചിലവ് കുറച്ചിട്ടാണ് പലരും വരുമാനത്തെ ബാലൻസ് ചെയ്യാനൊക്കെ നോക്കുക ജീവിതത്തെ. ചിലവ് കുറയ്ക്കൽ ഇപ്പോൾ തൽക്കാലം പോസിബിൾ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. വരുമാനം കൂട്ടുക. വരുമാനം കൂട്ടണമെങ്കിൽ എന്ത് കൂട്ടണം? വാല്യൂ കൂട്ടണം. വി ഗെറ്റ് പെയ്ഡ് ഫോർ ബ്രിങ്ങിങ് വാല്യൂ ടു ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിന് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് വാല്യൂ ഉണ്ടാകുന്നത്, വാല്യൂ കിട്ടുന്നത്. ആ വാല്യൂവിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്ന വരുമാനം. വരുമാനം കൂട്ടണമെങ്കിൽ വാല്യൂ കൂട്ടണം, വിസിബിലിറ്റി കൂട്ടണം, അറ്റൻഷൻ കൂട്ടണം. ഹാർഡ് വർക്ക് മാത്രമായിട്ട് പോയത് സ്മാർട്ട് വർക്കും ഉണ്ടാവണം. അപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യണം? സാലറി കൂട്ടി ചോദിക്കണം. സാലറി കൂട്ടി ചോദിക്കണമെങ്കിൽ വി നീഡ് ടു ബി ആ ഒരു പൊസിഷനിൽ എത്ര. ഏതാണ് പൊസിഷൻ എന്ന് പറയുക? ഇർറീപ്ലേസബിൾ. ആ ടീച്ചറെ മാറ്റാൻ മാനേജ്മെൻറ്റിന് സാധിക്കാത്തൊരവസ്ഥ വരണം. എന്ന് വെച്ചാൽ ആ സ്കൂൾ റൺ ചെയ്യുന്നത് ആ ടീച്ചർ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിലും കൂടി ആയിരിക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു ഡോക്ടറെ അല്ലെ ഒന്നോ രണ്ടോ ഡോക്ടറുടെ പേരിൽ അറിയപ്പെടുന്ന ആശുപത്രികളില്ലേ? ഇല്ലേ? ആ ആശുപത്രി മൊത്തം റൺ ചെയ്യുന്നത് ആ ഡോക്ടറുടെ പേരിലായിരിക്കും. അപ്പോൾ ഡോക്ടർക്ക് ധൈര്യമായിട്ട് സാലറി കൂട്ടി ചോദിക്കാം, ഇൻകം കൂട്ടി ചോദിക്കാം. എല്ലാ പ്രൊഫഷനിലും ഉണ്ട് അങ്ങനെ ഒരേ കാര്യം തന്നെ ചെയ്യുന്ന, പക്ഷെ വാല്യൂ കൂടുതൽ പ്രൊവൈഡ് ചെയ്തിട്ട് കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദവേ എന്നൊക്കെ പറഞ്ഞ് കുറേ എനിക്കറിയാം, ഒന്ന് രണ്ട് പേരുകൾ, കപിൽ സിബൽ, ഇദ്ദേഹം അപ്പിയർ ചെയ്യുമ്പോൾ അതിന് വാല്യൂ ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. സാധാരണ ഒരു വക്കീൽ ചെയ്യുന്ന പരിപാടിയല്ല അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വാല്യൂ, പൈസ കൂടുതൽ കിട്ടുന്നുണ്ട്. ടീച്ചറുടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ സ്കൂളിൽ ഈ പറഞ്ഞ കുറഞ്ഞ പൈസയ്ക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്. അതേ സബ്ജക്റ്റ് തന്നെ അതേപോലത്തെ കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ലക്ഷങ്ങൾ ഫീസ് വാങ്ങിച്ചിട്ട് സാലറി വാങ്ങിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. എന്താ വ്യത്യാസം? വാല്യൂ ദ പ്രൊവൈഡ്. എവിടെ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെയാണ് രക്ഷപ്പെടുക. വാല്യൂ കൂട്ടണം, വിസിബിലിറ്റി കൂട്ടണം, അതിന് പുറത്തിറങ്ങണം. ഒന്നുകിൽ ആ ടീച്ചർ അവിടെ സാലറി കൂട്ടി ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് ചോദിക്കും, അതിന് മാത്രം സാലറിക്ക് ടീച്ചർക്ക് എന്താണ് അർഹത. ആ അർഹതയാണ് വാല്യൂ ക്രിയേഷൻ. അടുത്തൊരു 18 മാസം കൊണ്ട് ടീച്ചർ അത് ഉണ്ടാക്കിയെടുക്കണം. ഇനി അതല്ലെങ്കിൽ ടീച്ചറുടെ വാല്യൂവിന് സാലറി കിട്ടുന്ന വേറെ സ്കൂളിൽ പോകണം. അതല്ലാതെ പ്രൊനൗൺസിയേഷനിൽ പിശിക്കിയിട്ട് കാര്യമില്ല. ആ മെസ്സേജാണ് ഞാനതിന് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറേ പേര് വിളിച്ചത് സ്കൂൾ മാനേജ്മെൻറ്റുകാർ വിളിച്ചു. സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ചർച്ച ചെയ്യും. അതെനിക്ക് സന്തോഷമായി. ഒരു ചർച്ച തുടങ്ങിയിടാൻ പറ്റിയല്ലോ. കുറഞ്ഞ സാലറിയാണ് അത്തരം സ്കൂളുകളിലേക്ക് കൊടുക്കുന്നത്. അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിൻ്റെ രീതിയാണ്. മാത്രമല്ല, ഈ ടീച്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാലറി കുറവുള്ളവർ അവരെ ഇർറീപ്ലേസബിൾ ആയിരിക്കുകയും സാലറി കൂട്ടി ചോദിക്കാനുള്ള പൊസിഷനിൽ എത്തുകയും ചെയ്യണം. ടീച്ചേഴ്സ് എന്നെ വിളിച്ചു, കുറേ ടീച്ചേഴ്സ് എന്നെ വിളിച്ചു. ഞാൻ അവരോടൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ വാല്യൂ കൂട്ടും, അർഹത ഉണ്ടായിരിക്കുക, ആവശ്യപ്പെടുക.